വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ചിരിച്ചിട്ട് ഞാൻ കൂട്ടുകാരികളൊക്കെ എങ്ങനെ വേണല്ലേ എന്ന് കണ്ടോക്കി. അടിപൊളിയാണ്. അച്ഛനിന്ന് വീട്ടിൽ പോക്കോളില്ലേ? ഞാൻ കൃഷ്ണയുടെ വീട്ടിൽ പോയിട്ട് വരാം. കുരുത്തം കെട്ടവളെ, ദിവസം മുഴുവൻ ആ കൃഷ്ണയോടൊപ്പം നടന്ന നിനക്ക് ഒന്നും കിട്ടില്ല. അച്ഛ, അവൾ എന്റെ കൂട്ടുകാരിയാ. മോളെ, കൂട്ടുകാരിയുടെ അർത്ഥം നിനക്കറിയോ? 1-2 മാസം കൂടെ നടന്നു എന്ന് വെച്ച് കൂട്ടുകാരിയാവില്ല. ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ വർഷങ്ങളോളം എടുക്കും. ഞാനും എന്റെ സുഹൃത്ത് പങ്കജാക്ഷനും കഴിഞ്ഞ് 40 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാ. അതാണ് സൗഹൃദം. പിന്നെ നിന്റെ ഈ സുഹൃത്തുണ്ടല്ലോ, അവൾക്ക് നിന്നിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടണവരെ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. കൃഷ്ണ അങ്ങനെയുള്ളവളൊന്നല്ല, അവൾ എന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആത്മാർത്ഥ സുഹൃത്താ? നീ ഒരു കാര്യം ചെയ്, അവളെ വിളിച്ചിട്ട് പറ, എന്റെ അച്ഛൻ അത്യാസന്ന നിലയിലാണ്, വേഗം കുറച്ച് പൈസയായിട്ട് വേഗം വരാൻ പറ. ഹലോ, എന്റെ അച്ഛന്റെ ആരോഗ്യനില കുറച്ച് മോശാ. ഒന്ന് ജംഗ്ഷൻ വരെ പെട്ടെന്ന് വരാൻ പറ്റുമോ? ഓ അതെയോ, ഇവിടെ ഇല്ലാലേ. പൈസ ചോയ്ക്ക്. ആ, അന്ന് ചികിത്സക്ക് കുറച്ച് പൈസ അയച്ചു തരാൻ പറ്റുമോ? ഓ പറ്റില്ലേ. ഇത്രേ ഉള്ളൂ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഫോൺ കാണിക്ക്. ഇനി മേലാൽ എന്റെ മോളുടെ കൂടെ നടന്ന ഇത് നിന്റെ കൃഷ്ണയുടെ വോയിസ് അല്ലല്ലോ. കൃഷ്ണ എങ്ങനെ ആവാനാ? കൃഷ്ണനെ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇവിടെ എത്തും. കൃഷ്ണ, എന്താടി, എന്താ പ്രശ്നം? സ്കൂട്ടിയുടെ ചാവി ദാ. എന്റെ ഇപ്പൊ ഇത്ര പൈസയുള്ളോ? അത് തികഞ്ഞില്ലെങ്കിൽ ഇതാ വീടിന്റെ ആധാരം. അപ്പൊ നീ ആരെയാ വിളിച്ചേ? അതച്ഛന്റെ കഴിഞ്ഞ 40 വർഷത്തെ സുഹൃത്ത് പങ്കജാക്ഷൻ അങ്കിൾ. പങ്കു, എടാ.